ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്നൊരു ബുക്ക് പൊതിയുന്ന വീഡിയോ ആയിട്ടാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാവരും ഒക്കെ ബുക്കൊക്കെ പൊതിഞ്ഞ് കാണും അല്ലേ ഗൈസ്? അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞങ്ങൾക്ക് കുഞ്ചപ്പനാണ് ബുക്ക് പൊതിഞ്ഞ് തരുന്നത്. അതെ, ബോട്ടിൽ കാണിച്ച ബോട്ട്സ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ പുതിയ ബോട്ട്സ് ഒക്കെ മേടിച്ചു. ഞങ്ങളല്ല, ഇവനാണ് മേടിച്ചത്. കണ്ടോ ചേരാൻ ഗൈസ്, കണ്ടോ കാണിച്ച് ബോക്സ് തുറന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക് ഗൈസ്. അവന് എന്തിന്റെ ബോക്സ്, എന്തിന്റെ ബോക്സ്, ഏത് കാറിന്റെ ബോക്സാ? ലൈക്കിൻ മിക്കി അങ്ങനത്തെ എന്തോ പേരാണ് ഗൈസ് അല്ലേ? പിന്നെ ടൈം ടേബിൾ ഒക്കെ എഴുതാൻ പറ്റുന്ന സാധനം കേട്ടോ. ഇതെല്ലാ ബോക്സിലും കിട്ടുന്ന സാധനം തന്നെയാണ് ടൈം ടേബിൾ എഴുതുന്നത്. പിന്നെ സ്വിച്ച് ഒക്കെ അമർത്തി ഓണാവുന്ന ബോക്സ് ആണ്. കണ്ടോ ഗൈസ്. ഇപ്പൊ കുഞ്ഞൻ എന്തോരം ബുക്ക് പൊതിഞ്ഞെന്ന് കാണിച്ചു തരാം. ഇപ്പൊ എന്തോരം ബുക്ക് പൊതിഞ്ഞു? അത് അവന്റെ ബുക്ക് തന്നെയാണ് ഗൈസ്. ഇനി ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അതെ, ബ്രൗൺ പേപ്പർ തീർന്നു ഗൈസ്. ഇവിടെയൊക്കെ വൃത്തിയാക്കിയിട്ട സാധനം അവൻ കുളവാക്കിയത്. ഇപ്പൊ ഇനി വൃത്തിയാക്കണം. ഇനി ഗൈസ് നമുക്കത് വൃത്തിയാക്കണം കേട്ടോ ഗൈസ്. അപ്പം കുഞ്ചപ്പൻ സ്വന്തമായിട്ടാട്ടോ ബുക്ക് പൊതിയുന്നത്. സ്വന്തമായിട്ട് ബുക്ക് പൊതിയുന്നു, സ്വന്തമായിട്ട് സ്റ്റിക്കർ ഒട്ടിക്കുന്നു, സ്വന്തമായിട്ട് പേര് എഴുതുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഇവൻ ഇതുവരെ ചെയ്ത് തന്നില്ല. ഞങ്ങൾക്ക് എന്താ ചെയ്ത് തരാത്ത ഗൈസ്? ബ്രൗൺ പേപ്പർ തീർന്നു കേട്ടോ. അത് ഒരു ഇത്തിരി എങ്ങാണ്ട് ഇരിപ്പുണ്ട് ഗൈസ്. പൊന്നൻ ബുക്കെല്ലാം എടുത്തു വെച്ചു കേട്ടോ. ഗൈസ്, കുഞ്ചന്റെ ഒരു വളിച്ച കോമഡി ആട്ടോ നമ്മളിപ്പോ കേട്ടത്. അപ്പൊ നമുക്ക് ഇതെന്താ അനിയന്റെ അവന് പുതിയ ഇൻസ്ട്രുമെന്റ് ബോക്സ് മേടിച്ചു. അതിനകത്ത് എന്തോ ചെറിയ സാധനം ഉണ്ട് കേട്ടോ, കാണിച്ചു തരാവേ. ഇതാണ് ഗൈസ് ഞങ്ങളുടെ ഇൻസ്ട്രുമെന്റ് ബോക്സ്. നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്യാം. അതെ ഗൈസ് ചെയ്യാം. അപ്പൊ ഗൈസ് നമ്മൾ അൺബോക്സ് ചെയ്തപ്പോ തന്നെ അതെ നല്ല ഈ സാധനമൊക്കെ ഉണ്ട്. ഇതിങ്ങനെ നോക്കാൻ പറ്റുന്ന ഒരു പെൻസിലുണ്ട്, പഴയ ഇൻസ്ട്രുമെന്റ് ബോക്സ്, സ്കെയില്, എല്ലാ സാധനവും ഉണ്ട്. ഇങ്ങനത്തെ എല്ലാവർക്കും ഉണ്ടായിരിക്കും അല്ലേ? ഇതെന്തിന്റെ ഇൻസ്ട്രുമെന്റ് ബോക്സ്? ക്യാമല ഡോംസിന്റെ ഇൻസ്ട്രുമെന്റ് ബോക്സ് ആണ് ഗൈസ്. നിങ്ങൾക്കൊക്കെ ഏതിന്റെ ഇൻസ്ട്രുമെന്റ് ബോക്സ് ആയിരിക്കും? അടിപൊളി ഇൻസ്ട്രുമെന്റ് ബോക്സ് ആണ് ഗൈസ്. അതെ, അത് കമന്റ് ചെയ്യുക അവൻ പറഞ്ഞ പോലെ. പുതിയതായി ഇന്ന് മേടിച്ചോളല്ലേ. പിന്നെ നിങ്ങൾ ബുക്ക് പൊതിഞ്ഞോ ഇല്ലെന്നും കൂടി കമന്റ് ചെയ്യണം കേട്ടോ. അതെ ഗൈസ്, ഇവിടെ സ്വന്തമായിട്ട് ബുക്ക് പൊതി കേട്ടോ. ഇനിയുണ്ട് അവിടെ. എത്ര എണ്ണം കൂടെ ഉണ്ട്? ഇനി 4 എണ്ണം കൂടി ഇരിപ്പുണ്ട് ഗൈസ്. അതും കൂടെ കഴിഞ്ഞാൽ കുഞ്ചൻ്റെ ബുക്ക് പൊതി കഴിയുമല്ലേ. എനിക്ക് അവിടെയൊക്കെ അവൻ കുളമാക്കി ഇട്ടേക്കും. ഇനിയിപ്പോൾ ഇവിടെ വൃത്തിയാക്കണം. ഒരു വൃത്തിയായി കിടന്ന സ്ഥലമായിരുന്നു ഗൈസ്. ഇന്ന് 4 എണ്ണം കൂടെ പൊതിയുള്ള ബ്രൗൺ പേപ്പർ ഇല്ല കണ്ടോ. ഒരു ഇത്തിരിയേ ഉള്ളു. അതെങ്ങനെയും നമ്മൾ പൊതിപ്പിച്ചെടുക്കുക. 2 എണ്ണം കൂടി ഉള്ളു. അവൻ ഇനി ബ്രൗൺ പേപ്പർ ഇല്ല അല്ലേടാ ഗൈസ്. നമ്മൾ ഫാൻ ഇടാൻ പോവാണ്. ചെറുതായിട്ട് ഞാൻ ക്യാമറ ഓണാക്കി വെച്ചിട്ട് സംസാരിച്ചു ഗൈസ്. ചെറുതായിട്ട് ക്യാമറ ഓണാക്കി വെച്ചിട്ട് ഞാൻ പോയതേ ഉള്ളൂ, വേറെ പ്രശ്നമില്ല. പിന്നെ എൻ്റെ അനിയൻ്റെ കുറച്ച് പടങ്ങൾ ഞാൻ കാണിച്ചു തരാം. അവൻ്റെ കുറച്ച് കലാവിരുന്നാണ് ഈ ഇത് എഴുതിയിരിക്കുന്ന ഗോവർദ്ധനാട്ടോ. പിന്നെ ഇത് അവൻ്റെ ഭൂമിയാണ്. 5 രൂപയുടെ ഭൂമിയും 100 രൂപയുടെ ഭൂമിയുമാണ് കാണിക്കുന്നത്. പിന്നെ ഇതാണ് ഗൈസ് അവൻ ശ്രീകുട്ടനാണ് ഗൈസ്. ഇത് ശ്രീകുട്ടൻ. ഇങ്ങനെ നോക്കിയാലേ പടം കറക്റ്റായിട്ട് അറിയത്തുള്ളൂ കേട്ടോ ഗൈസ്. അതേപോലെ അവൻ വരച്ചല്ല, ചേട്ടൻ വരച്ചതാണ്. പിന്നെ അവന് വരച്ചാന്ന് പറയാൻ വേണ്ടിയാണ് ഈ കിടന്ന് കാണിച്ചേക്കുന്നത്. അവനല്ല ഗൈസ് വരച്ച. ഗൈസ്, ഞാനിവിടെ ഫാൻ്റെ ഹോട്ടലാണ്, അതുകൊണ്ട് ചെറുതായിട്ട് വെച്ച് കേൾക്കത്തുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഫാൻ്റെ ഹോട്ടലിരിക്കുകയാണ്. ഞങ്ങളുടെ ഹാളിലാട്ടോ, ഫാൻ്റെ ഹോട്ടലായതുകൊണ്ട് ചെറുതായിട്ട് വെച്ച് കേൾക്കത്തുള്ളൂ കേട്ടോ. ഇതെന്ത് സാധനം? ഇത് കിറ്റാട്ടോ, കിറ്റ്. ഇപ്പോൾ ഇവിടെ കിടന്ന് നമുക്ക് ഒരിത്തിരി നേരം ഭക്ഷണം കഴിക്കുന്നവരെ വെയിറ്റ് ചെയ്യാം ഗൈസ്. ഭക്ഷണം റെഡിയാകുന്ന വരെ നമുക്കിനി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഹാളിലോട്ട് വന്നപ്പോൾ ചെറുതായിട്ട് ക്യാമറയുടെ പ്രശ്നങ്ങളേ ഉള്ളൂ കേട്ടോ. ഹാളിൽ ചെറുതായിട്ടേ ഉള്ളൂ കേട്ടോ ലൈറ്റ്. ഈ ഒരു ഒറ്റ ലൈറ്റിലാണ് ഈ വട്ടം നിൽക്കുന്നത്. പിന്നെ അതുണ്ട് കേട്ടോ, അത് ഇടത്തില്ല. അത് ഈ കറണ്ട് പോകുമ്പോൾ ഓണാവുന്ന ലൈറ്റാട്ടോ. കറണ്ട് പോകുമ്പോൾ ഈ ഒരു ദിവസം വീഡിയോ എടുത്ത് കാണിച്ചു തരാം. അങ്ങനെ ഗൈസ് കുറേ നേരമായിട്ട് ഞാനിങ്ങനെ ഇരിക്കുവാണ്. ഇവിടെ കുറച്ച് നേരം കിടന്നു. അപ്പോൾ ഞാൻ ഇത്തിരി നേരം ബുക്കൊക്കെ വായിച്ചു കേട്ടോ. എന്തുമായിരുന്നു? ഐ ആം ഓൾഡ് മാൻ, അലിബാബ എന്ന് പറഞ്ഞ ബുക്ക് വായിച്ചു കേട്ടോ. അലിബാബയുടെ, അതായത് എന്തുവായിരുന്നു, ഒരു സാധനം, ഒരു ഇതുണ്ടായിരുന്നല്ലോ അലിബാബ. അപ്പം അതിൻ്റെ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ബുക്ക് വായിച്ചപ്പോൾ മോളിൽ കൊണ്ട് വെച്ചു ഞാൻ. എന്നിട്ട് ഇപ്പോൾ വീഡിയോ എടുക്കുവാണ്. മോളിൽ നിന്ന് ഇപ്പോൾ തരട്ടിറങ്ങിയെന്ന് കേട്ടോ. ഇവിടെ ഞാൻ കിടന്നൊന്നും ഇല്ല, ചുമ്മാ കാണിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ.
മോളിൽ നിന്ന് ഇപ്പോൾ വന്നു. മോളിൽ ഭയങ്കര ഇടിവെട്ടും മഴയുടെ ഒച്ചയൊക്കെ ആണ്. അതുകൊണ്ട് എനിക്ക് പേടിയാണ്ട് ഞാൻ വന്നു കേട്ടോ. ഭയങ്കര ഇടിവെട്ടാട്ടോ. മോളിൽ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഇടിവെട്ട് കേൾക്കാം. അവിടെ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ഒരു വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട്. റെയിൻ ഡേ എന്ന് പറഞ്ഞ് കാണിച്ചപ്പോഴത്തേനും മോളുവശം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പം അതുകൊണ്ട് മോളുവശത്ത് ഈ ഭയങ്കര ഇടിവെട്ടും മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ലപോലെ ഒച്ച കേൾക്കും. ഞാൻ നിങ്ങളൊരു സൂത്രം കാണിക്കാൻ വേണ്ടിയാണ് ഗൈസ് വന്നത്. ഈ ചെടിയാണ് ഗൈസ് ഞാൻ കാണിക്കാൻ പോകുന്നത്. കണ്ടോ ഗൈസ്, നല്ല ചെടിയാണ്. ഒരുത്തൻ ചെമ്മീൻ കഴിക്കുവാണ്. ചെമ്മീൻ 3 എണ്ണം മാറ്റി വെച്ചിട്ടുണ്ട് ഗൈസ്. നമ്മുടെ അടുത്ത ആളും കൂടി ഇവിടെ എത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ചെമ്മീൻ കറി? അടിപൊളിയാണ് ഗൈസ്. അപ്പം നമുക്കിനി രാവിലെ കാണാം ഗൈസ്. അപ്പം ഇനി നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് രാവിലെ വരുന്നതായിരിക്കും. ഇപ്പം ഇന്നത്തെ ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു. ഞാൻ വീഡിയോ തുടങ്ങിയപ്പോൾ പറഞ്ഞില്ലെന്നറിയില്ല, പക്ഷേ ഇപ്പം ഞാൻ പറയുവാണ്, ഇതൊരു ചെറിയ മിനി ഒരു ബുക്ക് പൊതിയുന്ന, ഞങ്ങളുടെ മാത്രം ബുക്ക് പൊതിയുന്ന ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ എന്നും ഇനി വീഡിയോസൊക്കെ ഇടും ഗൈസ്. ഞങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഒരു ഉയർന്നു വരുന്ന യൂട്യൂബ് ചാനലാകണം നമ്മുടേത്. അപ്പോൾ ഇപ്പം 121 സബ്സ്ക്രൈബേഴ്സായി. ഒരു സബ്സ്ക്രൈബേഴ്സ് കൂടി. എൻ്റെ ആഗ്രഹം എനിക്കൊരു 500 എത്തണമെന്നാണ്. അപ്പോൾ നിങ്ങളും കൂടെ സപ്പോർട്ട് ചെയ്താലേ ഞാനും കൂടെ അതിന് പരിശ്രമിക്കണം. എന്നാലേ എനിക്ക് യൂട്യൂബ് ചാനലിൽ വീഡിയോസൊക്കെ ഇടാൻ പറ്റത്തുള്ളൂ എന്ന് എനിക്കറിയാം. പിന്നെ അതുകൊണ്ട് വ്യൂസും സബ്സ്ക്രൈബേഴ്സും ലൈക്കൊക്കെ കിട്ടണമെങ്കിൽ ഞാനും ശ്രമിക്കണം. എന്നാലേ എനിക്ക് കിട്ടത്തൊന്നുമില്ല. അപ്പം നിങ്ങളും കൂടെ എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം എന്ത് ചെയ്യാനാ ഗൈസ്. ഞാനിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സൂത്രം കാണിച്ചു തരാം. ഞാൻ ഷോർട്സിൽ കാണിച്ചാൻ തോന്നുന്നു. ഒരു ഷോർട്സിൽ ഇട്ടിട്ടുള്ള കേട്ടോ. അപ്പോൾ വിചാരിച്ചു അത് കാണിച്ചു തരാം. നമുക്കത് അതിനായിട്ട് ഇവിടെ വയ്ക്കാം കേട്ടോ ക്യാമറ. ഗൈസ് ഇപ്പം എന്നെ കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ടില്ലെങ്കിൽ ഈ വീഡിയോ നമ്മൾ ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യും. ഇത് ഗൈസ് ഞാൻ ആഗ്രഹിച്ചുണ്ടാക്കിയ ഒരു സാധനമാണ്. സാധനം വേറൊന്നുമല്ല, തലയണി. അപ്പോൾ ഇതുണ്ടാക്കി ആദ്യത്തെ ദിവസമൊക്കെ ഇതിൽ ഞാൻ തലയൊന്നും വെക്കാണ്ടാണ് കിടന്നുകൊണ്ടിരുന്നത്. പിന്നെ തല വെക്കാൻ തോന്നിയിട്ടൊന്നുമില്ല. ഇതിങ്ങനെ കിടക്കാനായിരുന്നു രസം. അതായത് തല വെച്ച് കിടക്കാനായിരുന്നു രസം. എണ്ണയൊക്കെ തേച്ച് കിടക്കുന്നവരാണ് ഞാൻ ഈ കിടത്തത്തില്ല കേട്ടോ. ഇതിങ്ങനെ ചെറിയ ലുക്കിന് വേണ്ടി ഉണ്ടാക്കിയ തലേണിയാണെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഇത് എവിടെയും വെക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. കാരണം ഹാർട്ടിൻ്റെ കോലം നിങ്ങൾ കണ്ടോ? ഇത് കണ്ടോ? ഇത് കണ്ടോ? പിന്നെ ഇത് കണ്ടോ? ഇതൊക്കെ എന്ത് സാധനം. ഇത് ഈയിടെയായിട്ട് പൊട്ടിയതാട്ടോ. ഞാൻ വീഡിയോ ഉണ്ടാക്കി കഴിഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടായിരുന്നു. ആ വീഡിയോയ്ക്കൊക്കെ ഈ തലേണി നല്ല തലേണിയായിരുന്നു. അത്ര ചെറിയ നല്ല സോഫ്റ്റ് ഉള്ള തലേണിയാണ് കേട്ടോ. അങ്ങനെ സോഫ്റ്റായിട്ടിരുന്ന തലേണിയാണ്. ഇപ്പോൾ ആ തലേണിയുടെ കോലം കണ്ടാൽ നിങ്ങൾ തന്നെ ഞെട്ടി പകർന്നു പോകും. കുഴപ്പമില്ല, ഇതിപ്പോൾ ഇവിടെ വെക്കുകയാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ. ശ്രീ വ്ളോഗേഴ്സിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഗൈസ്. ടാറ്റാ.